Okay, we will continue with the lesson. I dress with culture every single morning. I eat my culture for breakfast and bag it for lunch, and it simmers in a slow cooker while I am out at work. I eat culture for dinner, then I bath in it and eats my sleeping partner at night. Some people are confused, perplexed, downright angry with my culture fixation. You only make it more obvious by pointing to it yourself, they say, being so politically correct and all that. I dress as per my culture every single morning, and I eat my culture for breakfast and bag it for lunch, and it simmers in a slow cooker while I am out at work. I eat culture for dinner, then I bath in it, and it is my sleeping partner at night. എല്ലാ ദിവസവും രാവിലെ എൻ്റെ സംസ്കാരം അനുസരിച്ചിട്ട് ഞാൻ ഡ്രസ്സ് ചെയ്യുന്നു. നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ്. നമ്മളുടെ ഒരു രീതി ഉണ്ടാവും. ആ രീതിയിലാണ് നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. എൻ്റെ സംസ്കാരമാണ് എൻ്റെ പ്രാതൽ എന്ന് വെച്ചാൽ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണം, രാത്രിയിൽ കഴിക്കുന്ന ഭക്ഷണം, അതെല്ലാം നമ്മളുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ എന്താണ് കഴിക്കേണ്ടത് അത് തന്നെയാണ് നമ്മൾ ഏത് സമയത്തും നമ്മളുടെ ഭക്ഷണമാവട്ടെ, നമ്മുടെ ഡ്രസ്സസിൻ്റെ ധരിക്കുന്ന രീതിയാവട്ടെ, എല്ലാം നമ്മുടെ സംസ്കാരം അനുസരിച്ചിട്ടാണ്, നമ്മുടെ രീതി അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് ഞാൻ ജോലി ചെയ്യുമ്പോൾ കുക്കറിൽ കിടന്ന് സാവധാനം തിളച്ചുകൊണ്ടിരിക്കും. ഭക്ഷണം നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കിയുള്ളത് അതാണ് ഞാൻ വൈകുന്നേരം കഴിക്കുന്നത്. അതിലാണ് ഞാൻ കുളിക്കുന്നത്, അതിൻ്റെ കൂടെയാണ് ഞാൻ രാത്രി ഉറങ്ങുന്നത്. എല്ലാം ഇതിൻ്റെ കൂടെ, സംസ്കാരത്തിൻ്റെ കൂടെ. ഇപ്പം നമ്മളുടെ സംസ്കാരം, ആ രീതിയിലുള്ള ജീവിത രീതി, ആ രീതിയിലുള്ള വസ്ത്രധാരണം, ആ രീതിയിലുള്ള ഭക്ഷണം, ആ രീതിയിലുള്ള നമ്മളുടെ ഉറക്കം, എല്ലാം നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. We can continue. I try scraping the hue of my skin with an X-Acto knife. I try sliding a razor blade to slice folds into my eyelids. It is painful, and now I am deformed as well as. ഇപ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞു. Some people are confused, perplexed, and downright angry with my culture fixation. You only make it more obvious by pointing to it yourself. You say, we are talking about art here. Leave your politics at home. ഇപ്പോൾ നമ്മളുടെ ഒരു സംസ്കാരം, അതെന്താ, ആ സംസ്കാരത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. സംസ്കാരത്തോട് ഉള്ള നമ്മളുടെ ഒരു കടപ്പാട്, അല്ലെ നമ്മുടെ സംസ്കാരത്തിനോടുള്ള ഒരു രീതി, ആ രീതിയിലാണ് നമ്മൾ പോകുന്നത്. ചിലർ അത്ഭുതപ്പെടുകയും ദേഷ്യപ്പെടുകയും ചെയ്യും. നമ്മുടെ സംസ്കാരം എല്ലാവരും അക്സെപ്റ്റ് ചെയ്തെന്ന് വരണം എന്നില്ല. എൻ്റെ ഈ സംസ്കാരത്തിനെ പറ്റിയുള്ള ആ സ്നേഹം അല്ലെങ്കിൽ ആ രീതി ചിലർ ചൂണ്ടിക്കാണിച്ച് നമ്മളെ വിമർശിക്കാറുണ്ട്. ചിലർ അത് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഐ ട്രൈ സ്ക്രാപ്പിംഗ് ദ കളർ ഓഫ് മൈ സ്കിൻ വിത്ത് എ ഷാർപ്പ് നൈഫ്. ഇപ്പോൾ ഒരാളുടെ കളറ്, ആ കളറ് നമ്മൾക്കായിട്ട് മാറ്റാൻ സാധ്യമല്ല. അത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ കളറും ഒക്കെ ആ രീതിയിൽ തന്നെ ആയിരിക്കുമല്ലോ. നമ്മൾ ഏത് നാട്ടിൽ ജീവിക്കുന്നു, ഏത് നാട്ടിൽ ജനിച്ചു, ആ രീതിയിലായിരിക്കും നമ്മളുണ്ടാവുക. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഐ ട്രൈ സ്ലൈഡിങ് എ റേസർ ബ്ലേഡ് ടു സ്ലൈസ് ഫോൾസ് ഇൻ ടു മൈ ഐലിഡ്സ്. ഇറ്റ് ഈസ് പെയിൻഫുൾ. ഇപ്പം നമ്മളുടെ കണ്ണുകളാവട്ടെ, നമ്മളുടെ ശരീരത്തിൻ്റെ തൊലിയാവട്ടെ, സ്കിന്നാവട്ടെ, അതൊന്നും നമ്മൾക്ക് മാറ്റാൻ പറ്റില്ല. ഐ ആം ഡിഫോംഡ് ആസ് വെൽ ആസ് കളേർഡ്. എ ഫ്രണ്ട് ഓഫ് മൈൻ ആസ്ക്ഡ് മീ ഇഫ് ഐ ആൾവേസ് തോട്ട് ഓഫ് മൈസെൽഫ് ആസ് എ കളേർഡ് പേഴ്സൺ. ഈസ് വൈറ്റ് എ കളർ ആൻഡ് ഡു യു തിങ്ക് ഓഫ് യുവർ സെൽഫ് ആസ് വൈറ്റ്? ഐ ആസ്ക്ഡ്. ഓർ ഡു യു ജസ്റ്റ് തിങ്ക് ഓഫ് യുവർ സെൽഫ് ആസ് നോർമൽ? ഇപ്പം നമ്മളൊരു വളരെ മൂർച്ചയുള്ള ഒരു കത്തി കൊണ്ട് തൊലിയുടെ നിറം ചുരുണ്ടിക്കളയാൻ ഞാൻ ശ്രമിക്കുന്നു. ഒരു ബ്ലേഡ് എൻ്റെ കൺപോളകൾക്കിടയിൽ തിരികെ കയറ്റാൻ ഞാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ട്? കണ്ണിൻ്റെ ഷേപ്പ് മാറ്റുക, അല്ലെങ്കിൽ തൊലി
ഈ ബ്ലാക്ക് ആയിട്ടുള്ള തൊലി അല്ലെങ്കിൽ നമ്മുടെ കളറ് തൊലിയുടെ കളറ് മാറ്റിക്കളയുക, അങ്ങനെയൊക്കെ നമ്മൾ ശ്രമിക്കുന്നു. എനിക്കത് വേദന ഉണ്ടാക്കും. നമ്മളെ കൊണ്ട് അസാധ്യമായൊരു കാര്യമാണ് നമ്മൾ തൊലിയുടെ കളറ് മാറ്റാനോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് കുറച്ച് വലുതാക്കാനോ ബ്ലേഡ് കൊണ്ട് കീറി വലുതാക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. അതൊക്കെ വേദന എടുക്കും. എനിക്ക് വൈകല്യം ഉണ്ടാക്കുകയും ഞാൻ കളേഡായി മാറുകയും ചെയ്യുന്നു. എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് ചോദിച്ചു, ഞാനൊരു കളേഡ് പേഴ്സൺ ആണെന്നാണോ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതെന്ന്. അപ്പോൾ തിരിച്ചു ചോദിച്ചു, വെളുപ്പ് ഒരു കളറാണോ? നിന്റെ നിറം വെളുപ്പാണ് എന്നാണോ നീ ചിന്തിക്കുന്നത്, അതോ നീ ഒരു നോർമൽ വ്യക്തിയാണോ നിന്നെ കാണുന്നത്? ഇങ്ങനെ കൂട്ടുകാർ പല ക്വസ്റ്റ്യനും ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഏത് നാട്ടിൽ ചെന്ന് രക്ഷപ്പെടാൻ നോക്കുക, അല്ലെങ്കിൽ നമ്മൾ ഏത് നാട്ടിലെ ഇമിഗ്രൻ്റ് ആവുക, അല്ലെങ്കിൽ നമ്മൾ അവിടെ വന്നിട്ട് താമസിക്കുമ്പോൾ ആ നാട്ടിലുള്ളവർ നമ്മളെ പല കാര്യങ്ങളിലും വിമർശിക്കും. നമ്മളുടെ കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് അവർ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് നമ്മളെ വിഷമിപ്പിക്കും. A friend of mine asked me if I always thought of myself as a colored person. Is white a color and do you think of yourself as white? I asked. Or do you just think of yourself as normal? If I don't address my color, it is addressed for me in ways I find intolerable. People want to dress me up in kimonos and garter belts. They want to hear about Zen and Buddhism and ritual, hara-kiri. They want to squeal over tiny slices of raw fish and finish off with exotic oriental sex, whatever that is. I wasn't dressed in your TV costume. Let's stand together naked and see who blushes first. If I don't speak about my color, people describe it for me in ways I find intolerable. സാധാരണ നമ്മളുടെ കുറവുകൾ നമ്മളെക്കാളും കൂടുതൽ വേഗത്തിൽ കണ്ടുപിടിക്കുന്നത് ആരാണ്? മറ്റുള്ളവരാണ്. പീപ്പിൾ വാണ്ട് ടു ഡ്രസ് മീ അപ്പ് ഇൻ കിമോണോസ് ആൻഡ് ഗാർട്ടർ ബെൽസ്. അത് അവിടുത്തെ ഒരു ഡ്രസ്സിൻ്റെ പാറ്റേൺ ആണ് പറയുന്നത്. ദേ വാണ്ട് ടു ഹിയർ അബൌട്ട് സെൻ ആൻഡ് ബുദ്ധിസം ആൻഡ് റിച്വൽ ഹരാക്കിരി. They want to enjoy tiny slices of raw fish and finish off with exotic oriental sex, whatever that is. I wasn't dressed in your TV costume. Let us stand together naked and see who blushes first. ഞാൻ എൻ്റെ കളറിനെ പറ്റി സംസാരിക്കാറില്ല, പക്ഷേ ആൾക്കാർ എനിക്ക് വേണ്ടി എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഭാഷയിൽ അവർ അതിനെ വിവരിക്കും. നമ്മൾ നമ്മളുടെ കുറവുകളെ പറ്റി അങ്ങനെ സംസാരിക്കുന്നില്ല, പക്ഷേ മറ്റുള്ളവർക്കാണ് വിഷമം. നമുക്ക് എന്താണ് കുറവുള്ളത്? അത് എല്ലായിടത്തുള്ള ഒരു പ്രശ്നമാണ്. നമ്മൾക്ക് എന്തിൻ്റെയാണ് നമ്മളുടെ മുഖത്ത് എന്തെങ്കിലും ഒരു കുരു വന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ അത് ചൂണ്ടിക്കാണിച്ച് പറയുന്നത് നിൻ്റെ മുഖത്തിൽ കുരു ഉണ്ടെന്ന് പറയും. അല്ല നിൻ്റെ മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരാണ് പറയുക നിൻ്റെ മുടി കൊഴിയാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ, അങ്ങനെ പറയും. അവർക്ക് എന്നെ കിമോണയും ഗാർട്ടർ ബെൽറ്റുകളും ധരിപ്പിക്കണം. സെൻ, ബുദ്ധിസം, ഹരാക്കിരി മുതലായവയെ പറ്റി അവർക്ക് എന്നിൽ നിന്ന് കേൾക്കണം. പച്ച മീൻ കഷ്ണങ്ങൾ തിന്നുകയും അതിൻ്റെ അവസാനം അസാധാരണമായ കിഴക്കൻ പ്രദേശങ്ങളിലെ ലൈംഗികതയെപ്പറ്റി അറിയണം. ഞാൻ നിങ്ങളുടെ TV കോസ്റ്റ്യൂംസ് അല്ല ധരിച്ചിരിക്കുന്നത്. നമുക്കൊരുമിച്ച് വ്യവസ്ഥരായി നിൽക്കാം. ആർക്കാണ് ആദ്യം നാണം വരിക എന്ന് നോക്കുക. ഇതൊക്കെ ആ എഴുത്തുകാരിക്കുള്ള മറ്റുള്ളവരോടുള്ള ഒരു ദേഷ്യം അല്ലെ വിഷമം അല്ലെ അവരുടെ വിമർശനത്തിന് എതിരായിട്ട് ചിന്തിച്ച് ഉള്ള ഒരു പോയമാണിത് നമ്മൾ പഠിക്കുന്നത്. People ask me what I do and I say, oh, I do a little writing. Do you write poetry too? Someone will ask. And I say, yeah, a little bit. Oh, please make up a haiku for us. We would love to hear a haiku from you. Oh, I don't. Oh, don't be shy. You Japanese are so clever with haiku. Sure, why not? അപ്പം ഇവിടെ പീപ്പിൾ എന്താ ചോദിക്കുന്നത്? പീപ്പിൾ ആസ്ക് മീ വാട്ട് ഐ ഡു, ഐ സേ ഓ ഐ ഡു എ ലിറ്റിൽ റൈറ്റിംഗ്. നീ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുറച്ചൊക്കെ എഴുതും, അങ്ങനെ പറയും. ദെൻ ദേ ആസ്ക് മീ ഡു യു റൈറ്റ് പോയട്രി ടു. അപ്പോൾ ചോദിക്കും നീ കവിതകൾ എഴുതുമോ? ആൻഡ് ഐ സേ യാ എ ലിറ്റിൽ ബിറ്റ്, കുറച്ച്. ദെൻ ദേ സേ ഓ പ്ലീസ് മേക്ക് അപ്പ് എ ഹൈക്കു ഫോർ അസ്. വി ഷുഡ് ലവ് ടു ഹിയർ എ ഹൈക്കു ഫ്രം യു. When I say I can't, they tell me not to be shy because the Japanese are so clever with haiku. ഇങ്ങനെ ഹൈക്കു കേൾക്കണം എന്ന് പറയും. ഹൈക്കു ചെയ്യാൻ അറിയില്ലെന്ന് പറയുമ്പോൾ പറയും ജാപ്പനീസ് അങ്ങനെ ചെയ്യാറുണ്ട്, അങ്ങനെ പറയാം, അതിൻ്റെ സമർത്ഥരാണ്. അപ്പോൾ ആൾക്കാർ എന്നോട് സാധാരണ ചോദിക്കും നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്പമൊക്കെ എഴുതും. കവിത എഴുതുമോ? കവിത എഴുതും. അപ്പം
അപ്പോഴാണ് അവർ പറഞ്ഞത് ഹൈക്കു എഴുതാനും പറയും. ഹൈക്കു ഞങ്ങൾക്ക് കേൾക്കണം. അത് അപ്പോൾ എന്നെ കൊണ്ടാകില്ലെന്ന് പറയുമ്പോൾ പറയും നാണിക്കേണ്ട കാര്യമില്ല, എല്ലാ ജപ്പാൻകാരും ഹൈക്കു പറയാൻ സമർത്ഥരാണ്. When I speak English, I have to add no to sound like the native speakers. I make up words I like more than the ones I learned. അപ്പോൾ ഇംഗ്ലീഷ് പറയുമ്പോൾ ഇംഗ്ലീഷ് മാതൃഭാഷയെ സംസാരിക്കുന്നവരെ പോലെ നോ എന്നൊക്കെ ഇടയ്ക്ക് പറയണം. ഞാൻ പഠിച്ച വാക്കുകളേക്കാൾ കൂടുതൽ ഇഷ്ടം സ്വന്തം വാക്കുകൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഓരോ നാട്ടിൽ പോകുമ്പോഴും അവർ നമ്മളുടെ കുറവുകൾ എന്താണ് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് തന്നെ നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് അവർ അന്വേഷിക്കുന്നത്. ഹൈക്കു എന്ന് വെച്ചാൽ ഒരു ജാപ്പനീസ് പോയമാണ്. അപ്പോൾ ജാപ്പനീസ് ഇവൾ ആക്ച്വലി ജപ്പാനിൽ നിന്ന് വന്നവളാണ്. പക്ഷേ ജപ്പാനിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ നാടുകൾ മാറി വരുന്നത് കൊണ്ട് ശരിക്കുള്ളൊരു ജപ്പാൻ്റെ രീതിയൊന്നും ഇവൾക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവളോട് പറഞ്ഞത് ജപ്പാൻ്റെ ഒരു പോയമാണ് ഹൈക്കു എന്ന് പറഞ്ഞത്. അത് പാടിക്കൊടുക്കാനായിട്ടാണ് പറയുന്നത്. Sure, I would like to talk about the way the prairie curves into the mountains, the feel of cool mud squeezing between toes, and the shriek of children catching frogs for the first time in their lives. I would like to talk about the way the moonlight looked on bare skin, the moisture of breath hanging in the air above our faces, the sweet kiss lingering in the fold of my elbow for days. I could talk of newborn foals and singing birds and strangers, hugging strangers. Sure, why not? ഇവിടെ പറയുന്നത് പേജ് നമ്പർ 122. Sure, I would love to talk about the way the prairie curves into the mountains, the feel of cool mud squeezing between toes, and the shriek of children catching frogs for the first time in their lives. I would like to talk about the way the moonlight looked on bare skin, the moisture of breath hanging in the air above our faces, the sweet kiss lingering on my body for days. I could talk of newborn foals and singing birds and strangers hugging strangers. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞു ഇവൾക്ക് പോയം എഴുതാൻ കവിത എഴുതാനുള്ള താല്പര്യമുണ്ട്. പക്ഷേ ജാപ്പനീസ് കവിതകളിൽ നല്ല പ്രാവീണ്യമില്ല. ഇവിടെ തീർച്ചയായിട്ടും പുൽമേടുകൾ എങ്ങനെയാണ് ചെരിഞ്ഞ പർവ്വതങ്ങളിലേക്ക് കയറുന്നതെന്നും കാൽവിരലുകൾക്കിടെ കൂടി ചെളി കയറുമ്പോൾ തോന്നുന്ന തണുപ്പിനെ പറ്റിയും ആദ്യമായി തവളകളെ പിടിക്കുമ്പോൾ കുട്ടികൾക്കുണ്ടാവുന്ന ആരവങ്ങളെ പറ്റിയൊക്കെ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമുണ്ട്. ഇപ്പം സാധാരണ കവിത എഴുതുന്നവരെപ്പോഴും എന്തായും പ്രകൃതിയെ ഒന്ന് നല്ലോണം നിരീക്ഷിക്കും. അപ്പം ഇവൾക്ക് ഒരു മൗണ്ടൻ്റെ താഴെയാണ് ഇവളുടെ അച്ഛന് മഷ്റൂമിൻ്റെ ഒരു കൃഷി ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു ആദ്യ തുടക്കത്തിൽ. അപ്പോൾ അവിടെയുള്ള പുൽമേടുകളിൽ ആ പുൽമേടുകൾ കൂടി ഇങ്ങനെ പുൽമേടുകളിൽ ചരിഞ്ഞിട്ടാണ് ഉണ്ടാകുന്നത്, പർവ്വതത്തിൻ്റെ സൈഡിലാണുള്ളത്. അപ്പോൾ അവിടെ കൂടെ കയറി മുകളിലോട്ട് പോകാം. അപ്പോൾ കാൽവിരലിനിടയ്ക്ക് നമുക്ക് എന്താ ചെളി ഉണ്ടാവും, അവിടെ ചെളി കയറുമ്പോൾ അപ്പോൾ ഒരു തണുപ്പുണ്ടാവും, ആ ചെളിയുടെ ഒരു തണുപ്പ്. പിന്നെ തവളകളെ ആദ്യം പിടിക്കുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അല്ലെങ്കിൽ അവർക്കുള്ളൊരു ആങ്സൈറ്റി, അതൊക്കെ അതിനെപ്പറ്റിയൊക്കെ വേണമെങ്കിൽ ഞാൻ സംസാരിക്കാം. ചന്ദ്രകിരണങ്ങൾ തൊലിപ്പുറത്ത് പതിക്കുന്നതും നമ്മുടെ മുഖത്തിന് മുകളിൽ തണുത്ത കാറ്റ് തങ്ങി നിൽക്കുന്നതും എൻ്റെ ശരീരത്തിന് കിട്ടിയ ചുംബനങ്ങളുടെ ദിവസങ്ങളോളം മായാത്ത ഓർമ്മകളും മറ്റുമൊക്കെ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ചന്ദ്രൻ്റെ പ്രകാശം അത് അപ്പോൾ ആ സമയത്ത് വരുന്ന തണുത്ത കാറ്റ് നമ്മളുടെ ശരീരത്തിൽ തട്ടി തടഞ്ഞു പോകുന്നു. ഇതിനെപ്പറ്റിയൊക്കെ വേണമെങ്കിൽ ഞാൻ സംസാരിക്കാം. ഇപ്പോൾ പിറന്നു വീണ കുതിര കുട്ടികളെ പറ്റിയും പാടുന്ന പക്ഷികളെ പറ്റിയും ആലിംഗനം ചെയ്യുന്ന അപരിചിതരെ പറ്റിയും വേണം സംസാരിക്കാം. അപ്പോൾ ആ സമയത്ത് കുട്ടികളുടെ ന്യൂ ബോൺ ബേബീസ്, അന്നേരം കുതിരകളുടെ കുട്ടികൾ അപ്പം ജനിച്ച ഉടനെയുള്ള കുട്ടികളെ പറ്റി വേണേൽ ആ കാര്യം ഞാൻ സംസാരിക്കാം. പാട്ട് പാടുന്ന പക്ഷികളെ പറ്റി സംസാരിക്കാം. നമ്മൾ അപരിചിതർ തമ്മിലുള്ള കെട്ടിപ്പിടിക്കുന്നത് അതിനെപ്പറ്റി വേണേൽ ഞാൻ സംസാരിക്കാം. അപ്പം അവിടുത്തെ പ്രകൃതിയെപ്പറ്റി സംസാരിക്കാം, കുട്ടികളെ പറ്റി സംസാരിക്കാം, കുതിരകളെ പറ്റി സംസാരിക്കാം, ചന്ദ്രനെ പറ്റി സംസാരിക്കാം, വീശുന്ന കാറ്റിനെ പറ്റി സംസാരിക്കാം, അത് ആലിംഗനം ചെയ്യുന്ന പുതിയ ഫ്രണ്ട്സിനെ പറ്റി സംസാരിക്കാം. ഐ എം എ ഹാപ്പി പേഴ്സൺ മോസ്റ്റ്ലി. ഐ സ്മൈൽ എ ലോട്ട് ഫോർ യു നൗ. മൈ ഹെൽത്ത്, മൈ ബോഡി, മൈ പൊളിറ്റിക്സ്. എൻ്റെ തൊലി ഒരിക്കലും എനിക്ക് മാറ്റിക്കളഞ്ഞിട്ട് വേറെ എണ്ണത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. എൻ്റെ നിറത്തിൽ ഞാൻ സംതൃപ്തിയാണ്.
ഐ ക്യാൻ നെവർ അൺസിപ്പ് മൈ സ്കിൻ ആൻഡ് സ്റ്റെപ്പ് ഇൻ ടു അനദർ. എൻ്റെ തൊലി മാറ്റി പുതിയതൊന്നും ആക്കാനായിട്ട് എനിക്കാവില്ല. ഐ ആം ഹാപ്പി വിത്ത് മൈ കളർ. എൻ്റെ കളറിൽ ഞാൻ സന്തോഷവതിയാണ്. അണ്ടിൽ സമ്മൺ പോയിൻറ്റ്സ് ഔട്ട് ഇറ്റ് ക്ലാഷസ് വിത്ത് മൈ കോസ്റ്റ്യൂം. ഐ ഹോൾഡ് മൈ കൾച്ചർ ഇൻ മൈ ഹാൻഡ്സ് ആൻഡ് ഫോം ഇറ്റ് ഓൺ മൈ ഓൺ. എൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് എൻ്റെ സ്വന്തമാണ്. എൻ്റെ നിറത്തിൽ ഞാൻ സംതൃപ്തയാണ്. എൻ്റെ വസ്ത്രം എൻ്റെ നിറവുമായി യോജിക്കുന്നില്ല എന്ന് പറയുന്നത് വരെ എൻ്റെ സംസ്കാരം ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു. ഞാൻ വേണ്ട പോലെ ഉപയോഗിക്കുന്നു. മറ്റൊരാൾക്ക് എൻ്റെ ശരീരത്തിലുള്ള ആ സംസ്കാരത്തെ അയാൾക്ക് ഇഷ്ടം പോലെ മാറ്റാൻ പറ്റില്ല. വേറൊരാൾക്ക് നമ്മളുടെ സംസ്കാരം മാറ്റാൻ സാധ്യമല്ല. ഞാൻ സന്തോഷവതിയാണ്. ഞാൻ നല്ല ആരോഗ്യവതിയാണ്. എൻ്റെ സ്വഭാവം, എൻ്റെ കണ്ണുകൾ, എൻ്റെ തൊലി അതെല്ലാം എൻ്റെ സവിശേഷതകളാണ്. മറ്റുള്ളവർ എന്നെ അറിയേണ്ടത് എൻ്റെ പേരിൽ കൂടിയാണ്. ഐ വാണ്ട് സമ്മൺ ടു നോ മീ ബൈ മൈ നെയിം. അതാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ഇവിടെ കവിത അവസാനിക്കുന്നു.